എല്ലാം നിനക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ദൈവത്തിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർ കൂടി ഇതങ്ങ് കർത്താവിന് സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം. മോനെ, തോന്നുന്നുണ്ടോ അങ്ങനെ പറയാൻ പറ്റുമെന്ന്? ഇങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. അപ്പോഴാണ് അത് മാറ്റം ഉണ്ടാവുന്നത്. മറിച്ച് നീ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നീ നശിച്ചു പോകുള്ളൂ, നീ അങ്ങനെ ആകും, നീ ഇങ്ങനെ ആകുന്നു നമ്മൾ പറയുമ്പോൾ കർത്താവ് വേദനിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇവൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് എന്നിൽ അല്പം പോലും കോൺഫിഡൻറ്റ് തരും. അതുകൊണ്ടാണ് ആ കരുണയുടെ കർത്താവിൻ്റെ താഴെ എഴുതി വെച്ചേക്കണം, എന്താ? I trust in you. ഫൊസ്റ്റീനയുടെ ആ ഡയറിയിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇതാണ്. ഫൊസ്റ്റീനോട് തന്നെ പറയാണ്, നിന്റെ പാപത്തെ കുറിച്ച് എനിക്ക് പ്രയാസമില്ല. കാരണം ഞാൻ നിന്റെ പാപം എടുത്തു കഴിഞ്ഞിരിക്കണു. അതുകൊണ്ട് നീ പാപം ചെയ്യണത് കൊണ്ട് എനിക്ക് പ്രയാസമില്ല. നോക്ക് ഡയറി. പക്ഷേ നീ എന്നിൽ ആശ്രയിക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കണം. നമ്മൾക്കുണ്ടാകേണ്ട ഒരു വ്യത്യാസം, കർത്താവിൽ ആശ്രയിക്കണം. കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യും. അത് നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ ആ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണേ, ഞങ്ങൾ സ്വീകരിച്ച് ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും മോചനത്തിനും ദൈവരാജ്യത്തിൽ നവമായ ജീവിതത്തിനൊക്കെ. അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും നല്ല ഉത്തരങ്ങൾ കിട്ടും. സംശയങ്ങൾ ചോദിക്കാം. അതായത് കൃപ, എഫേസോസ് 2-ാം അധ്യായം 8-ാമത്തെ വചനത്തിലൊക്കെ പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ വിശ്വാസത്തിലൂടെയാണ് കൃപ ഒഴുകണത്. ഇപ്പൊ നമ്മൾ വിശുദ്ധ കുർബാന വിശ്വാസികൾക്കുള്ളതാണ്. കുർബാന ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം വിശ്വാസമാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നു. പക്ഷേ കരുണ അതിന് മുൻപ് തന്നെ ഉള്ള ഒരവസ്ഥയാണ്. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. നമുക്ക് അറിഞ്ഞൂടെ യേശുക്രിസ്തു ആരാണെന്ന്. പക്ഷേ യേശുക്രിസ്തു അവന് കൂടി വേണ്ടിയല്ലേ ബലി അർപ്പിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ തന്നെ ഒരു ഇനിസിയേഷൻ അവിടെയുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. മത്തായിയുടെ വീട്ടിലേക്ക് യേശു ചെല്ലണു. മത്തായിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കരുണയാണ് അവിടെ. എന്ന പോലെ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സാധാരണഗതിയിൽ നമ്മൾ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവനൊക്കെ സ്വർഗത്തിൽ പോകാൻ പോകില്ല, അവനൊക്കെ നശിച്ചു പോകുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇല്ല, അവൻ നശിക്കില്ല. കാരണം ദൈവം അവന്റെ മേൽ കരുണ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? കരുണയ്ക്ക് അവന് അർഹതയുണ്ട്. കാരണം കരുണയ്ക്ക് അർഹതയുണ്ടെന്നുള്ളതിന്റെ ഒരു പ്രധാന പോയിന്റ് അത് ഞാൻ എല്ലാ പാപവും ഉണ്ടായത് ആര് മുഖാന്തിരമാണ്? ആദ്യ പാപം കൊണ്ടാണ്. എങ്ങനെ ആദ്യ പാപം ഉണ്ടായി? എവിടെ വെച്ച് ആദ്യ പാപം ഉണ്ടായി? പറുദീസായിൽ വെച്ചിട്ടാണ്. ആരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ആദ്യ പാപം ഉണ്ടായത്? ദൈവത്തമ്പുരാന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയല്ലേ. എങ്ങനെ ഉണ്ടായി? പിശാച് അവരെ പറ്റിച്ചു. പിശാച് എങ്ങനെ ഏതെങ്കിലും തോട്ടത്തിൽ കയറി? എങ്ങനെ കയറി? ദൈവം അറിയാതെ കയറുമോ? ദൈവം എന്തിനാ അവരെ കയറ്റി? ദൈവം അനുവദിച്ചുകൊണ്ടല്ലേ പിശാച് കയറിയത്. അപ്പൊ ഇവിടെ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. പിശാച് ആരാണ്? പിശാച് ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവം സൃഷ്ടാവ്. അപ്പൊ ദൈവം സൃഷ്ടാവ് എന്നുള്ള നിലയിൽ പിശാചിന്റെ സകല പ്രവർത്തനത്തിന്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം അനുവദിക്കാതെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പഴയ നിയമത്തിൽ ജോസഫിനെ തന്റെ സഹോദരന്മാരെ ഇടിച്ച് പൊടിച്ച് കിണറ്റിലിട്ട് അവസാനം വിറ്റു. അങ്ങനെ ഈജിപ്തിൽ വന്നു. അവസാനം ഈ ചേട്ടന്മാര് പിന്നീട് കണ്ടപ്പോ ജോസഫ് എന്താ പറഞ്ഞത്? ഞാൻ
നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫ്. ഇവരൊന്ന് പേടിച്ച് ഇവർ വിചാരിച്ച് ഇപ്പൊ കഴിഞ്ഞ് ഞങ്ങളുടെ കഥ, ഇവരിവിടുത്തെ രാജാവിന് തുല്യനാണ്, ഇവൻ ഞങ്ങളെ കൊന്നുകളയുമ്പോ ഇവൻ ഞങ്ങളോട് പ്രതികാരം ചെയ്യും. ജോസഫ് ഉടനെ പറയാൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല അത് ചെയ്തത്, ദൈവം ഒന്ന് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിട്ട്. പിന്നെ ഒരിടത്ത് പറയാണ്, നിങ്ങളല്ല അത് ചെയ്തത്, എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അങ്ങനെ ലോകം മുഴുവനും രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവമാണത് ചെയ്തത്. അപ്പോൾ ദൈവം തിന്മ അനുവദിക്കുന്നു. ഇപ്പൊ നാളെ ഈസ്റ്റർ വിജിലിന് ലത്തീൻ പള്ളിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു എക്സോൾട്ടഡ് എന്ന് പറഞ്ഞ് ഒരു സ്തുതിഗീതം പാടും. ആ സ്തുതിഗീതത്തില് ആദ്യം പിടിച്ചുകൊണ്ടാണ്, ആ സ്തുതിഗീതം പാടിക്കൊണ്ടാണ് ക്രിസ്തുവിൻ ജ്യോതി കൊണ്ടുവരുന്നത്. ആ സമയത്ത് പാടുന്ന ഒന്ന് ഇതാണ്, എക്സോൾട്ടഡിൽ പറയുന്ന ഒരു കാര്യമാണ്, ഓ ഹാപ്പി ഫോൾട്ട്, you have given us such a great savior. ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഓ ഭാഗ്യകാരണമായ അപരാധമേ, നീ മുഖാന്തിരം ഞങ്ങൾക്ക് ഇത്രയും വലിയ രക്ഷകൾ ലഭിച്ചു. അപ്പോ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പാപം ഉണ്ടാകരുത് ദൈവം അനുവദിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ദൈവത്തിന് അതിൽ നിന്ന് കൂടുതൽ നന്മ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പാപം കാണുമ്പോൾ ആ പാപത്തിന് ദൈവത്തെക്കാൾ ശക്തിയുണ്ടെന്നോ ദൈവത്തെ തടസ്സപ്പെടുത്തുന്നോ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഒരുവൻ നല്ല വിത്ത് വിതച്ചു, അതിൻ്റെ ഇടയിൽ വന്ന് കള വിതച്ചാൽ പണിക്കാർക്ക് ഞങ്ങൾ വേഗം പിഴുത് മാറ്റട്ടെ, ഇല്ല വേണ്ട, അത് മറന്നോട്ടെ, അത് വളരെ അത് വന്നോട്ടെ, അത് നല്ല ചെടികളെ ഒരു ദൂഷ്യം ഉണ്ടാക്കില്ല, തക്ക സമയത്ത് ഞാൻ അതിനെ പിഴുത് മാറ്റിക്കൊള്ളാം. അപ്പോൾ ഇതെല്ലാമാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിർത്താം ഇല്ലേ? ഇപ്പം വൈകിട്ടത്തെ ഇത് കഴിഞ്ഞപ്പോഴേ ഞങ്ങളിങ്ങനെ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഓക്കെ കർത്താവ് യേശു ക്രിസ്തു സർവരുടെയും പാപം മോചിച്ചു, വരാനിരിക്കുന്ന പാപവും കഴിഞ്ഞ പാപവും ഇപ്പോൾ ആയിരിക്കുന്ന പാപവും കഴിഞ്ഞവരുടെ എല്ലാം മോചിച്ചു, അപ്പോൾ ഈ മോചിക്കപ്പെട്ടവരാരും ഇനി പാപം ചെയ്യത്തില്ലേ, അപ്പോൾ എന്ത് സംഭവിക്കും എന്നവരെന്നോട് ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, നമ്മൾ അന്നേരം അനുതപിക്കണം, അതിനാണ് കുമ്പസാരം ഉള്ളത്. നമ്മൾ കുമ്പസാരത്തിൽ പറഞ്ഞ് കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരോട് എന്ത് ആൻസർ കൊടുക്കണം? ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. അതാണ് ദൈവനീതി. അപ്പൊ അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം പാപം മൂലം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ നീതി മൂലം ജീവനുള്ളവരായിരിക്കും. അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. അത് ഭയങ്കര കാര്യമാണ്. നമുക്കത് അല്പം പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തി, അതായത് ഇപ്പൊ മാമോദീസ, അതിങ്ങനെ ചിന്തി, മാമോദീസായിലൂടെ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ, നമ്മൾ ആരാണ്? ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ. ഇസ്രായേൽ ജനത്തിന്റെ കട്ടളപ്പടിയില് മുദ്ര കുത്തിയപ്പോ സംഹാരദൂതൻ അതിൽ പ്രവേശിച്ചില്ല എന്ന പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി സാധാരണഗതിയിൽ വലിയ ഒരു പാപം ചെയ്യാൻ അവൻ പറ്റില്ല. കാരണം അവനിൽ കൃപ ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട്, ബലഹീനതകൾ കൊണ്ട് അവൻ ചെയ്തു പോയാലും കർത്താവ് വിശ്വസിക്കുക അതിന് ഉത്തരവാദിയുമാണ്. അത് അവന്റെ ആത്മാവിൽ സ്പർശിക്കില്ല. ഈ വചനം ഓർത്താൽ മതി, 8:10. അതായത് യേശുവിനെ സ്വീകരിക്കുകയും യേശുവിന്റെ രക്ഷാകര പദ്ധതി മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയെ യേശു സംരക്ഷിക്കും. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആടുകളെ
ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയ്ക്ക് നിത്യജീവൻ തരും, ആർക്കും അവയെ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുക സാധ്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്ത് പോയാൽ തന്നെയും നമ്മൾ ഉടനെ പശ്ചാത്തപിച്ച് ഉപസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് നമ്മളിലില്ല, നമ്മളുടെ അതിന്റെ എഫക്റ്റ് ഇല്ല. ശരിയാ, ഞാനും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൃപ ലഭിച്ചവർക്ക് പാവം ചെയ്യാൻ തോന്നില്ല. ഇംഗ്ലീഷ് വന്നാൽ ഇങ്ങനെ ചെയ്യേണ്ടി. പിന്നെ ഈ മാമോദീസായിലൂടെ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞുവെങ്കിലും കോൺക്യൂപ്പിസൻസ്, പാപത്തിലേക്കുള്ള ഒരു ചായ്വ് നമ്മിൽ നിൽക്കാൻ അനുവദിക്കുന്നത് നമ്മൾ അത് കൃപാവരത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. നമ്മൾ വി ഹാവ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞൊരു പാർട്ടിയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ വിജയിച്ചു കഴിഞ്ഞ പാർട്ടിയാണ്. യേശു നമുക്ക് വേണ്ടി വിജയിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സൃഷ്ടിയാണോ? എങ്ങനെയാന്ന് മനസ്സിലാവും. പിശാച് എങ്ങനെ ഉണ്ടായി? മാലാഖമാരായിരുന്നു, സൃഷ്ടിയായിരുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ റെഫറൻസ് പറയുകയാണെങ്കിൽ കാറ്റഗിസം 395 ഖണ്ഡികയിലാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പം കാര്യം മനസ്സിലായി. പിശാചിനെ ദൈവം ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇന്നത്തെ പീഡാനുഭവത്തിനെ തന്നെ ശ്രദ്ധിച്ചോ. പീഡാനുഭവത്തില് പിശാച് ഭയങ്കര ശക്തിയിൽ പ്രവർത്തിക്കുകയാണ്. ആരിലൂടെയൊക്കെ പ്രവർത്തിക്കണം? യൂദാസിലൂടെ പ്രവർത്തിക്കണം. ഇപ്പൊ യൂദാസിന്റെ കൂടെ പ്രവർത്തിച്ച കാര്യം ഒന്ന് ആലോചിച്ച് ചോദിക്കൂ. നമ്മൾ ഇന്നലെ മിനിയാന്ന് നമ്മൾ അപ്പവും പാലും മുക്കി കഴിച്ചു. എന്താ അതിന്റെ അർത്ഥം? യൂദാസ് ഈശോന്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഒറ്റിക്കൊടുക്കാൻ കാര്യം മേടിച്ചുകൊണ്ട് ആള് വന്നേക്കണത്. പക്ഷെ ഈശോ അവനെ കാണുന്നത് എന്താ? സ്നേഹിത വരുവിൻ, എന്നെ ഇതിൽ അപ്പം മുക്കി കഴിക്കും. അതിന്റെ ഓർമ്മയാണ് നമ്മൾ ആചരിച്ചത്. അതായത് അങ്ങനെയുള്ളവനെ പോലും സ്നേഹിക്കാനുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് അപ്പം മുക്കി കഴിക്കണതിന്റെ അർത്ഥം നമ്മൾ എല്ലാവരുമായിട്ട് രമ്യപ്പെടും. ഇത് കഴിഞ്ഞിട്ട് ഈശോ എന്താ പറഞ്ഞെന്നറിയാമോ? ഇനി നീ പോയി നീ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് ഇപ്പോ ഈശോ പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോഴാണ് പിശാച് അവന്റെ ഉള്ളിൽ കയറിയത്. അതുവരെ അവന്റെ ഉള്ളിൽ പിശാച് കയറിയിട്ടില്ല. യേശുവിൽ തന്നെ ഒറ്റിക്കൊടുക്കാനുള്ള പെർമിഷൻ യേശു കൊടുക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാൻ വേണ്ടിയിട്ടാണ്. പിശാചിന് പെർമിഷൻ കൊടുക്കാണ്ട് നമ്മൾ ആരെയും തൊടാൻ പറ്റില്ല. ഇപ്പൊ ഞാനും പണ്ടൊക്കെ പ്രാർത്ഥിക്കാം, താഴത്തിൽ രക്തം തെളിക്കണേ, രക്തം തെളിച്ച് സംരക്ഷിക്കണം. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ഈശോ പറയാണ്, നീ എന്താ പാനം ചെയ്യുന്ന എല്ലാ ദിവസവും? നീ എന്നെ സ്വീകരിക്കുകയാണ്. പിന്നെ അതിന്റെ മീതെ നിന്റെ മേലെ തെളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മുടെ കൊച്ചവിടെ നിന്നിട്ട് കളിക്കണ നേരത്ത് ഒരു പട്ടി അവനെ ആക്രമിക്കാൻ വന്നാ അവൻ സംരക്ഷണ പ്രാർത്ഥന ചെല്ലിയിട്ടില്ല, അതുകൊണ്ട് അവനെ നമ്മൾ സംരക്ഷിക്കണ്ടെന്ന് പറഞ്ഞ് ഉൾപ്പെടെ ഭർത്താവ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ വളരണം എന്ന് പറയുന്നത്. പണ്ട് ഞാനും പ്രാർത്ഥിച്ചത് പേടിച്ചിട്ടാണ്. ദൈവമേ, ഇപ്പൊ എനിക്കൊരു പേടിയില്ല, കാരണം എന്റെ അകത്ത് കർത്താവുണ്ട്. ബ്ലോക്ക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ പറയും പാരമ്പര്യമായിട്ടുള്ള ശാപം കടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ സംഭവം. അത് മനുഷ്യൻ വീട്ടിൽ പോയിരുന്നു, പിന്നെ അതിനെ കുറിച്ച് വിവരപ്പെട്ട് പിന്നെ വീട്ടിൽ ചെന്ന അടിയായി. കണ്ടോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ വീട്ടുകാർ. ഇതൊക്കെയാണ് ക്ലിയർ ആക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ടാണ് മാമോദീസായിലൂടെ നമ്മളുടെ ഈ സകല പാപവും നമ്മുടെ പാരമ്പര്യമായിട്ട് എന്തുണ്ടോ അതെല്ലാം മാറ്റിയിരിക്കണം. ദൈവം രക്ഷാകര പദ്ധതിയിലൂടെ ഇതൊക്കെ നടപ്പായി കഴിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നിർത്താം. നമുക്ക് നിർത്താല്ലേ? നമുക്ക് പിന്നെ കേൾക്കാം. നമുക്ക് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത്രയും സമയം കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ജ്വലിപ്പിക്കാൻ ഇടയാക്കണമേ. പക്ഷെ ഒരു കാര്യം, നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും വെളുപ്പിനെട്ടങ്ങ് പ്രാർത്ഥിച്ചാലോ? ഞാനൊരു എഗ്രിമെന്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ ഉണർത്താം. അങ്ങനൊരു ടെക്നിക്ക് ഉണ്ട്. എത്ര മണിക്ക് വേണം? 4 മണിക്ക് ഉണരാമോ? എന്നാ 5:30 5:30.
നിങ്ങൾ പറഞ്ഞോ ഇപ്പോ. നാളെ ബ്രദറെ പ്രസാദ്മാരോട് പറഞ്ഞു നാളെ നമുക്ക് 5:30 ആക്കാം. ഞങ്ങളെല്ലാവരും 5:30 എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഓക്കെ, ഇത് 5:30. നാളെ 5:30 സാധാരണ അടിക്കുന്ന ദിവസമല്ലേ? അതിന് കുറച്ച് നേരത്തെ എന്തെങ്കിലും ചെയ്യണം. 5 മണി ആക്കിയാലോ? നാളെ 5 മണിക്ക് 4 മണി 5 മണിക്ക് നിങ്ങളെല്ലാവരെയും ഉണർത്തുന്നതാണ്. നിങ്ങൾ അതൊന്ന് അറിയാൻ വേണ്ടി ഒന്നൊരു ടേസ്റ്റ് ചെയ്ത് അലാമൊന്നും വെക്കണ്ട. നാളെ ഇപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവര് ഇപ്പൊ അലാം സെറ്റ് ചെയ്യണം. എന്റെ ആത്മാവായിട്ട് ഞാനാണ് നിങ്ങളെ ഉണർത്താൻ പോകുന്നല്ല, പരിശുദ്ധാത്മാവ് ഉണർത്തും. ഞാൻ അതിനു മുമ്പ് എണിക്കുകയും ചെയ്യും. ഞാനപ്പോ പ്രാർത്ഥിക്കും, ദൈവമേ ഞാനുമായിട്ട് അലാം സെറ്റ് ചെയ്തേക്കണം, എല്ലാവരും ഉണർത്തണം. മിക്കവാറും അതിന് മുമ്പേ നിങ്ങൾ എണിക്കും. തയ്യാറാണോ? 5 മണിക്ക്, നാളെ 5 മണിക്ക് നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാവൂ. അതാണ് ആ വചനം. ജ്ഞാനം പ്രഭാതത്തിൽ അതിരാവിലെ അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ടെന്നാണ് 6:14 പറയുന്നത്. ഇത്ര പേർക്ക് ആ സെറ്റപ്പ് വേണം. നാളെ 5 മണിക്ക്. അപ്പോ നമുക്ക് പ്രാർത്ഥിക്കാം. തമാശയാക്കല്ലേ. കാര്യമായിട്ട് 5 മണിക്ക് എണീക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കൈ പൊക്കിക്കോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഇവരെല്ലാവരെയും അങ്ങ് അറിയുന്നുണ്ട്, അങ്ങ് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നാളെ രാവിലെ 5 മണിക്ക് ഇവരെല്ലാവരെയും ഉണർത്തണമേ. എൻ്റെ ആത്മാവിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും ആത്മാവുമായിട്ട് നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ 5 മണിക്ക് എല്ലാവരും ഉണർന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയാകണം. ആമേൻ. 4:45 എണിക്കാൻ തുടങ്ങും ഓരോരുത്തർ. ഞാൻ കഴിഞ്ഞ മാസം ജർമ്മനിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ അമ്മച്ചി ഓടി വന്നിട്ട് പറയാൻ, തോമസ് പോളെ നിനക്കറിയോ 15 വർഷമായിട്ട് എല്ലാ ദിവസവും വെളുപ്പിന് നീ എന്നെ ഉണർത്തുന്നുണ്ട്. ഇത് ഫിറ്റായി, ഇനി ഇത് മാറ്റൂല. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ അവസാനിപ്പിക്കാം അല്ലേ സിസ്റ്ററെ? താങ്ക് യു. നമുക്കൊന്ന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ നന്ദി. ഇപ്പൊ ഇത്രയും കേട്ടതിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാരെങ്കിലും? ഇത്രയും കേട്ടതിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒന്നും കണ്ടുപിടിക്കാതെ പിതാവിനെ ഓർത്താൽ മതി. അവൻ ആരെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടിട്ട് മിണ്ടുന്നില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഈ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്ക് ചെയ്യാം. പക്ഷെ അപ്പൊ അതിന്റെ എളുപ്പ വിദ്യയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിലുള്ള ഫരിസേയനെ മാറ്റണം. അത് വെള്ളം വീഞ്ഞാകണ പോലെ. നമ്മളിലൊരു ഫരിസേയൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫരിസേയനെയാണ് മാനസാന്തരപ്പെടുത്തേണ്ടത്. പാപത്തിനെ അല്ല. പാപം ഈശോ ഏറ്റെടുക്കണം. പക്ഷെ ഫരിസേയനെ ഈശോനെ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഫരിസേയനെ ഈശോ വിശ്വസിക്കുന്നില്ല. ഇത് വലിയൊരു കണ്ടുപിടുത്തം ഉണ്ടോ? എനിക്ക് ഇത് കണ്ടുപിടിച്ചെന്ന് കുമ്പസാരിക്കാനുണ്ടായ ഒരു മുട്ടൽ ഞാൻ ഓടിച്ചെന്നൊരു അച്ഛനെ കണ്ടുപിടിച്ച്. പക്ഷെ അച്ഛനൊന്നും മനസ്സിലായില്ല. പക്ഷേ അച്ഛൻ എന്നെ അബ്സോൾവ് ചെയ്തു. എനിക്കൊരു സമാധാനമായില്ല ഫുള്ളായിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനെ കണ്ടുപിടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി വിശദമായിട്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് വലിയൊരു കണ്ടുപിടുത്തമാണല്ലോ, ഇപ്പൊ എനിക്കും ഇങ്ങനെ ഒന്ന് കുമ്പസാരിക്കണമല്ലോ. ഇത് കുമ്പസാരത്തിനൊരു പുതിയ മാനമാണത്. നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കിയോ. നിങ്ങളിലുള്ള എന്തൊക്കെയാണ് നിങ്ങളിലുള്ള ഫരിസേയർ മനോഭാവം? ഒന്ന്, മറ്റുള്ളവരെ വിധിക്കുന്ന അവസ്ഥ. 2, പ്രമാണങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു യേശുവിനേക്കാൾ കൂടുതൽ. യേശുവാണോ വലുത്, മോശയാണോ വലുത്? അങ്ങനെ ചിന്തിച്ചാൽ മതി. മോശ നൽകിയ പ്രമാണമാണോ വലുത്, യേശു നൽകിയ ജീവനാണോ വലുത്? പ്രമാണത്തിന്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? യേശുവിൽ പൂർണ്ണമായ വിശ്വാസമില്ല എന്നോട്ടാണ്. അപ്പൊ അത് പറഞ്ഞ് കുമ്പസാരിക്കും. ഞാൻ ഇത്രയും നാളായിട്ടും പ്രമാണങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്,
യേശുവിലുള്ള വിശ്വാസത്തിലല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ചും. ഇങ്ങനെയുള്ള മേഖല നിങ്ങൾ കൺഫസ് ചെയ്യണം. അപ്പോഴാണ് ഭയങ്കര ഒരു ഫ്രീഡം, നമ്മിലുള്ള വിശ്വാസത്തിനൊരു പുതുമ വരും. പിന്നെ നമ്മൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പിള്ളേരായാലും ഒരുപാട് കുസൃതിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉടനെ അവരോട് കറക്റ്റ് ചെയ്ത് ബഹളം ഉണ്ടാക്കിയിട്ട് അവർ പുറകെ നടക്കരുത്. നമ്മൾ മിണ്ടാണ്ട് എൻ്റെ കർത്താവേ നീ കാണുന്നുണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നു നീ ഇവരെയൊക്കെ രൂപാന്തരപ്പെടുത്തും, ഏതുപോലെ വെള്ളം വീഞ്ഞാക്കുന്ന പോലെ എന്ന് പറഞ്ഞങ്ങ് വിശ്വസിച്ച് അവിടെ മിണ്ടാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൻ നല്ല പിള്ളയായിട്ട് ഓടി നടക്കണ കാണും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും നമ്മുടെ പിള്ളേരിൽ, നമ്മുടെ ജീവിത പങ്കാളിയിൽ. സാധാരണഗതിയിൽ നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യേണ്ടതായിരിക്കും. എന്നാൽ നാളെ മുതൽ ഒരു റിയാക്ഷനും വേണ്ട. കർത്താവേ ഇവരെല്ലാം നിൻ്റേതാണ്, നീ അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കണം, ഇനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നീ തന്നെ അവരെ മാറ്റണം. ഞാൻ പറഞ്ഞതുകൊണ്ടും ഇവർ മാറാൻ പോകുന്നില്ല, ഞാൻ ഇനി മിണ്ടാനേ പോകുന്നില്ല, ഞാൻ കണ്ടിട്ടും കാണാതെ കേട്ടിട്ട് കേൾക്കാം. അങ്ങനെ 1-2 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കർത്താവിൽ ഫുൾ കോൺഫിഡൻസ്, കർത്താവിൽ തന്നെ അതാണ് നീ എന്നിൽ ആശ്രയിക്കുക. അങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര സമാധാനമാണ്. നമ്മളല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോണേ അവൻ വലിയ ഭാവിച്ചോ നരകത്തിൽ പോകുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. അവനെ ആര് നരകത്തിൽ കൊണ്ടുപോകും? അമൂർത്തീകരിച്ച് ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ട അവനെ ആര് നരകത്തിൽ കൊണ്ടുപോകും? ഒരാൾക്കും അവൻ്റെ മേലെ അധികാരമില്ല കർത്താവ് വിശ്വസിച്ചല്ലാണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് കർത്താവ് ക്ഷമിക്കും. ഓക്കെ, പോകാൻ തോന്നുന്നില്ല, നമുക്ക് പോയി കളയാം. സിസ്റ്റർമാർക്ക് ഉറങ്ങാനുള്ളതാ. നാളെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ. നാളെ സിസ്റ്റർ ലിസി പെർമിഷൻ തന്നിട്ടുണ്ട്. നാളെ കോൺവെന്റിൽ നമുക്ക് ഇതേമാതിരി കൂടാന്ന്. അച്ഛൻ നാളെ കുർബാന അനൗൺസ് ചെയ്യും. 8 തൊട്ട് 10 മണി വരെ നാളെ പള്ളിയിൽ, അല്ല നാളെ പള്ളിയിൽ